ഹിരോഷിമ ദിനം. രണ്ടാം ലോകമഹായുദ്ധം മാനവചേതനയിൽ അണുബോംബുകളുടെ അഗ്നിനാളമായി പറന്നിറങ്ങിയ ഹിരോഷിമ ദിനം 1945 ഓഗസ്റ്റ് 6 ലോക ചരിത്രത്തിൽ ആദ്യമായി ജപ്പാനിലെ ഹിരോഷിമയിൽ പതിച്ച അണുബോംബ് എന്ന സംഹാര രാക്ഷസൻ ആകാശം മുഴുവൻ അലറിപ്പടർന്നപ്പോൾ നിമിഷനേരം കൊണ്ട് 10 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് ഒന്നും രണ്ടുമല്ല, 1,40,000 പേരിലധികമായിരുന്നു. 5000-ലധികം ഡിഗ്രിയിൽ അന്തരീക്ഷം ഉരുകിത്തീർന്നപ്പോൾ ഒരു മഹാസംസ്കൃതിയുടെയും ഒപ്പം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അന്ത്യത്തിന് ആരംഭമണി മുഴങ്ങുകയായിരുന്നു. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന ആദ്യ അണുബോംബ് വർഷിച്ചപ്പോൾ ഛിന്നഭിന്നമായത് 1,00,000-ഓളം മനുഷ്യജീവനുകളാണ്. ഹിരോഷിമയിൽ ബോംബ് വീണിട്ടും കീഴടങ്ങാൻ കൂട്ടാക്കാതെ നിന്ന ജപ്പാനിൽ 3-ാം ദിവസം അമേരിക്ക വീണ്ടും ബോംബാക്രമണം നടത്തി. ഓഗസ്റ്റ് 9 രാവിലെ 11:02 നാഗസാക്കിയിലായിരുന്നു ആ ആക്രമണം. ഫാറ്റ്മാൻ എന്ന രണ്ടാമത്തെ അണുബോംബ് നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതാക്കിയത് 40,000-ഓളം ജീവനുകളെയായിരുന്നു. ഇതോടെ രണ്ടാം ലോകമഹായുദ്ധത്തിന് തിരശ്ശീല വീണു. എങ്കിലും ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. ആണവായുധമുണ്ടാക്കുന്ന വിപത്ത് എത്രമാത്രം വിനാശകരമാണെന്നതിൻ്റെ സാക്ഷ്യമാണ് ഹിരോഷിമയും നാഗസാക്കിയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി യുദ്ധമരുതെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനവും നമ്മൾ ഓർക്കുന്നത്. ഇനിയൊരു ലിറ്റിൽ ബോയിയും ഫാറ്റ്മാനും ഭൂമിയിൽ പിറവി കൊള്ളാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. Audio Jungle.